ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ FC ഗോവയ്ക്ക് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് FC ഗോവ ബംഗളൂരു FCയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അഗ്രിഗേറ്റിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 2-നെതിരെ 3 ഗോളുകൾക്ക് ബംഗളൂരു FC അഗ്രിഗേറ്റിൽ വിജയിച്ചു. അങ്ങനെ ഈയൊരു ISLന്റെ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ബംഗളൂരു FCക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ സുനിൽ ഛേത്രി നേടിയ ആ ഒരു ഗോളാണ് യഥാർത്ഥത്തിൽ ബംഗളൂരു FCക്ക് തുണയായിട്ടുള്ളത്. ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, FC ഗോവയുടെ സൂപ്പർ താരമായ സന്ദേശ് ജിങ്കന് ഇത്തവണയും നിരാശ മാത്രമാണ് ISL നൽകിയത് എന്നതാണ്. കരിയറിൽ ഇതുവരെ ISL കപ്പ് കിരീടം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. കിരീടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പല ക്ലബ്ബുകളിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ISL കിരീടം നേടാനുള്ള ഒരു ഭാഗ്യം സന്ദേശ് ജിങ്കനെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. FC ഗോവക്കൊപ്പം അദ്ദേഹം ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു. ആദ്യ പാദത്തിൽ ഒരു സെൽഫ് ഗോൾ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അദ്ദേഹം ഫൈനൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് മോഹൻ ബഗാന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ബംഗളൂരു FCയിലേക്ക് അദ്ദേഹം ചേക്കേറി. പക്ഷേ അവിടെയും ഭാഗ്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല, കിരീടം നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ FC ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോവയിലും സമാനമായ സ്ഥിതി തന്നെയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ പഴയ ക്ലബ്ബായ ബംഗളൂരു FC ഇപ്പോൾ ISLന്റെ ഫൈനലിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. സന്ദേശ് ജിങ്കന്റെ ആ ഒരു കിരീട വരൾച്ച അല്ലെങ്കിൽ കിരീട ശാപം അതിപ്പോഴും തുടരുകയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.